ഹലോ മക്കളെ, നമസ്കാരം. അപ്പോൾ നമ്മൾ വന്നിരിക്കുകയാണ് ഒരു ചാപ്റ്റർ ക്ലാസ്സുമായിട്ട്. നമ്മുടെ ഇന്നലത്തെ പ്രവേശനോത്സവത്തിൻ്റെ ബാച്ച് ഓറിയൻ്റ് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ റീബുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ റീബുക്ക് എഡ്യൂക്കേഷൻ SSLC എന്ന ചാനലാക്കി. പിന്നെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ബാച്ചുകൾ തിരിച്ചിട്ടുണ്ട്. നിങ്ങളാണ് നമ്മുടെ ഈ വർഷത്തെ ഗോൾഡൻ ബാച്ച്. ഈ വർഷത്തെ ഗോൾഡൻ ബാച്ചാണ് നിങ്ങൾ. പിന്നെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മാത്സിലെ ഏറ്റവും ടഫ് എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും സിമ്പിളും ടഫായിട്ടൊക്കെ ഉള്ള ഒരു മിക്സഡ് അഭിപ്രായമുള്ള ഒരു ചാപ്റ്ററാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമുക്ക് അങ്ങനെ കിടന്നാലോ. 10ാം ക്ലാസ്സിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ്സാണ്. ഞാൻ ഒന്നുകൂടി നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. ഇത് റീബുക്ക് എഡ്യൂക്കേഷൻസ് SSLC. ഓക്കെ, നിങ്ങൾക്ക് നോട്ടിനൊക്കെ വേണ്ടി പിന്നെ ഒഫീഷ്യലായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, വാട്സപ്പ് ചാനലിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചിരിക്കുക, പുതിയതായിട്ട് കാണുന്നവർ. ഓക്കെ, നമ്മുടെ ടൈം ടേബിൾ ഓക്കെ, നമുക്കിനി ഇന്നും പിന്നെ 5-ാം തീയതിയാണ് ക്ലാസ് ഉള്ളത് മാത്സിൻ്റെ. അപ്പോൾ നമുക്ക് സമയമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ടൈം ടേബിൾ നമ്മൾ പോസ്റ്റിലിട്ട് തരും. ഓക്കെ, പോസ്റ്റിൽ ഇട്ട് തരും. അത് ഈ ഒരു മാസത്തേക്കുള്ളത് ഉണ്ടാക്കണേ ഉള്ളൂ. അല്ലാതെ ഈ 5 ദിവസത്തെ നിങ്ങൾക്ക് ഇട്ട് തരും. 6 ദിവസത്തെയാണ്. ഓക്കെ, നമ്മൾ 6 ദിവസത്തെയാണ് ഇതായത്. ചിലപ്പോൾ ആഴ്ചയിലായിരിക്കും 7 ദിവസത്തെ, അഥവാ തിങ്കൾ മുതൽ ഞായർ വരെ ഉള്ളത് ഇങ്ങനെ ഇട്ട് തരും. ഓക്കെ ആണോ? സെറ്റല്ലേ? സെറ്റാണെങ്കിൽ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ. ഓക്കെ, നമുക്ക് മലയാളം മീഡിയക്കാർക്കും നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ കുറേ ശ്രേണികളാണ് പഠിക്കുന്നത്, അഥവാ കുറേ സീക്വൻസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും, അത് നിങ്ങൾ കാര്യമാക്കേണ്ട. നമ്മൾ സൗണ്ട് കറക്റ്റ് ആക്കുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, സെറ്റാണോ? ഇത് സെറ്റല്ലേ? ചാപ്റ്ററിൻ്റെ പേര് മറക്കരുത് കേട്ടോ ആരും. 1ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ. ഇപ്പോൾ 1ാമത്തെ ചാപ്റ്റർ പെട്ടെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് സീക്വൻസ്. സെറ്റാണെങ്കിൽ നമുക്ക് കുറച്ച് സീക്വൻസസ് പഠിക്കാതെ നമുക്ക് തുടങ്ങാം. എന്തായാലും ഫസ്റ്റത്തെ സീക്വൻസ് നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് ഒരു സീക്വൻസാണ്, അഥവാ ഒരു ശ്രേണിയാണ്. എന്താണ്? ഒരു ശ്രേണിയാണ്. എങ്ങനെയാണ് ശ്രേണി? ഇവിടുത്തെ നോക്കുക, 1, 2, 3. എന്താണ്? 1, 2, 3. ഈ 3 ടേം അല്ലാതെ നമ്മളോടൊരു 3 ടേമും കൂടി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനറിയാം. 4, 5, 6 അല്ലേ? അടുത്തൊരു 3 ടൈമും കൂടി നമ്മൾ എഴുതി ചേർത്തു. അത് നമുക്കറിയാം. കാരണം എന്താ? ഇവിടെ 1 വെച്ചാണ് കൂടുന്നത്. ഇവിടെ എത്ര വെച്ചാണ് കൂടുന്നത്? ഇവിടെ 1 വെച്ചാണ് കൂടുന്നത്. അഥവാ 1-ൽ നിന്ന് 1 കൂട്ടിയ 2, 2-ൽ നിന്ന് 2 കൂട്ടിയ 2-ൽ നിന്ന് 1 കൂട്ടിയ 3, 3-ൽ നിന്ന് 1 കൂട്ടിയ 4, 4-ൽ നിന്ന് 1 കൂട്ടിക്കഴിഞ്ഞാൽ 5, അങ്ങനെയാണ് പോകുന്നത്. ഇനി ഓക്കെ, ഇനി അടുത്തതാണ് ഈവൻ നമ്പേഴ്സ്. നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ അടുത്തൊരു 3 സംഖ്യ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാനറിയാം. 8, 10, 12. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഈ 1-ൽ നിന്ന്
ഈ 2 കിട്ടണമെങ്കിൽ എത്ര കൂടണം? +1 കൂടണം. ഇനി ഈ 2-ൽ നിന്ന് 3 കിട്ടണമെങ്കിലോ +1 കൂടണം. ഇനി 4 കിട്ടണമെങ്കിലും +1 കൂടണം. ഈ 5 കിട്ടണമെങ്കിൽ +1 കൂടണം. ഇനി 6 കിട്ടണമെങ്കിലോ +1 കൂടണം. ഇനി ഇവിടേക്ക് വരുമ്പോൾ എത്രയാണ് കൂടുന്നത്? നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ എത്രയാണ് കൂടുന്നത്? ഇവിടെ വരുമ്പോൾ 2 വെച്ചാണ് കൂടുന്നത്. അത് വരുമ്പോൾ എത്ര വെച്ചാണ് കൂടുന്നത്? 2 വെച്ചാണ് കൂടുന്നത്. 2 വെച്ചിട്ട് കൂടുമ്പോൾ അഥവാ ഈ ഇതിൽ നിന്ന് ഒരു മിനിറ്റ് അഥവാ ഈ 2-ൽ നിന്ന് 4 കിട്ടണമെങ്കിൽ അവിടെ എത്ര കൂട്ടണം? 2 കൂട്ടണം. അപ്പോൾ ഇതിൽ നിന്ന് 2 കൂട്ടി പോകുമ്പോൾ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ? ഈ 2-ൽ നിന്ന് 4 കിട്ടണമെങ്കിൽ ഈ 2 കൂട്ടണം, എന്നാൽ മാത്രമാണ് വരുള്ളൂ. അപ്പോൾ അവിടുത്തെ ഒരു പൊതുവായിട്ടുള്ള ഒരു വ്യത്യാസം, പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്നും പറയും. ഇവിടെയാണോ വരുന്നത് എന്നൊരു സംശയം. ഓക്കെ, അഥവാ ഇങ്ങനെ കൂടി പോകും. ഒരേ നമ്പറാണ് കൂടുന്നത്. ഇതിനെ പറയുന്നതാണ് നമ്പർ സീക്വൻസസ്. ഓക്കെ, ഇനി ഓഡ് നമ്പറിലേക്ക് പോവാം. നമുക്കിനി ഓഡ് നമ്പറിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് 3 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ബാക്കി 3 എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം അല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ബാക്കി പറഞ്ഞു 5, 7, 9, 11. ഇവിടെ എത്ര വെച്ചാണ് കൂടുന്നത്? ഇവിടെ 2 വെച്ചാണ് കൂടുന്നത് അല്ലേ? അപ്പോൾ 1-ൽ നിന്ന് 3 കിട്ടണമെങ്കിൽ 2 കൂട്ടണം. അപ്പോൾ ഇവിടെ എത്ര വെച്ചാണ് കൂടുന്നത്? 2 വെച്ചാണ് കൂടുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായില്ലേ? ഇപ്പം നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ 1 വെച്ച് കൂടി പോകുമ്പോഴാണത് 1, 2, 3, 4, 5, 6 നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി ഈവൻ നമ്പേഴ്സിലേക്ക് വരുമ്പോൾ അത് 2 വെച്ച് കൂടി പോകുന്നു. ഇത് പിന്നെ എന്തിൻ്റെ മൾട്ടിപ്പിൾസാണ്? 2-ൻ്റെ മൾട്ടിപ്പിൾസാണ്. അപ്പോൾ 2-ൽ നിന്ന് 2 കൂട്ടിക്കഴിഞ്ഞാൽ 4 കിട്ടും, 4-ൽ നിന്ന് 2 കൂട്ടിക്കഴിഞ്ഞാൽ 6 കിട്ടും. അങ്ങനെയാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകളാണ്. അതിലും നമ്മൾ 2 നമ്പർ കൂട്ടുമ്പോഴാണ് 1-ൽ നിന്ന് 2 കൂട്ടിയാൽ 3 കിട്ടും, 3-ൽ നിന്ന് 2 കൂട്ടിയാൽ 5 കിട്ടും. അങ്ങനെയാണ് പോകും. 5-ൽ നിന്ന് 2 കൂട്ടിയാൽ 7 കിട്ടും, 7-ൽ നിന്ന് 2 കൂട്ടി കഴിഞ്ഞാൽ 9 കിട്ടും, 1-ൽ നിന്ന് 2 കൂട്ടി കഴിഞ്ഞാൽ 11 കിട്ടും. അങ്ങനെ. ഓക്കെ, ഇനി മലയാളം മീഡിയം, കാരണം നമ്മൾ പറഞ്ഞില്ല അല്ലേ, മലയാളം മീഡിയം എണ്ണൽ സംഖ്യകൾ. ഫസ്റ്റ് തന്നെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇതാണ് എണ്ണൽ സംഖ്യകൾ. സംഖ്യകൾക്ക് നമ്മൾ പറഞ്ഞ പോലെ നമുക്കൊരു 3 ടേം എഴുതാൻ, അഥവാ 3 പദം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഇതിൽ നിന്ന് എത്രയാണ് കൂടുന്നത്? ഈ 1-ൽ നിന്ന് 2 കിട്ടാൻ വേണ്ടി ഇവിടെ 1 കൂടും. അടുത്ത 3 കിട്ടാൻ വേണ്ടി ഇവിടെ 1 കൂടും. ഈ 4 കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ 1 കൂടും. അങ്ങനെ കൂടിയാണ് നമുക്ക് ഈ നമ്പേഴ്സ് എല്ലാം കിട്ടുന്നത്. ഇങ്ങനെ കൂടുന്നതിനെയാണ് നമ്മൾ വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? പിന്നെ ഇവിടുത്തെ പൊതു വ്യത്യാസം എത്രയാണെന്നറിയാം? ഇവിടുത്തെ പൊതു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ കാണാൻ പറ്റും. അഥവാ 2ാമത്തെ നമ്പറിൽ നിന്ന് 1ാമത്തെ നമ്പർ കുറച്ച് കഴിഞ്ഞതിൻ്റെ പൊതു വ്യത്യാസം കാണാം. എത്രയാണ്? 1 ഇവിടുത്തെ ഈ 1 എല്ലായിടത്തും കൂടുന്നത്. ഇവിടുത്തെ 1 എല്ലായിടത്തും ഇവിടെ കൂടുന്നത് അല്ലേ? ഇവിടുത്തെ ഈ 1 ഇവിടെ എല്ലായിടത്തും കൂടും. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇനി ഇരട്ട സംഖ്യകൾ. ഈ ഇരട്ട സംഖ്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈവൻ നമ്പേഴ്സാണ് കേട്ടോ ഇവിടുത്തെ. ഈവൻ നമ്പേഴ്സാണ് ഇവിടുത്തെ ഇരട്ട സംഖ്യകൾ. ഇരട്ട സംഖ്യയുടെ ഒരു അടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 8, 10, 12. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടുത്തെ നമ്മുടെ പൊതു വ്യത്യാസം കാണാൻ എന്താണ്?
ഈ 2 നമ്പേഴ്സ് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. അപ്പോൾ 4-ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 2ആണ്. 2 ഇവിടെ എല്ലായിടത്തും കൂടുക. 4-ൽ നിന്ന് 2 കൂട്ടിയാലാണ് ഇത് കിട്ടുക. 6-ൽ നിന്ന് 8 കിട്ടണമെങ്കിൽ 2 കൂട്ടണം. അങ്ങനെയല്ലേ വന്നത്. ആ 2 തന്നെയാണ് ഇവിടെ കൂടുന്നത്. മുട്ട ചിക്കണ്ട എനിക്ക് ഒന്നുമില്ല. സാമ്പാർ അവിടെ ചെല്ലുമ്പോൾ കട്ടിയ ചാറൊന്നുമില്ല. അതെന്താ തോരനില്ലേ? ഇപ്പൊ എന്ത് ചെയ്യാൻ പോയി? കിടക്കാൻ പോണോ? ഞാനിവിടെ ക്ലാസ് എടുക്കണ കണ്ടില്ല. ക്ലാസ് കാണണം. ക്ലാസ് പഠിക്കല്ലേ? അവിടേക്ക് പോ. ചായ വെക്ക്. ചായ കുടിച്ചോ? നമ്മള് കുടിച്ചോ ഡിസോസ്? ഇല്ലാന്നാണല്ലോ കുഞ്ഞുങ്ങൾ പറയണത്. ഒച്ച വെക്കല്ലട്ടാ. എന്റെ പൊന്നോ, ഒച്ച വെക്കരുതെന്ന് പറഞ്ഞോളാം. എപ്പത്തേക്ക് ഒച്ച വെച്ച് അമ്മ. എന്നിട്ട് പറയാനുള്ളത് പറ. ഇനിയൊന്നും പറയാനില്ല. എന്ത് വീഡിയോ അഭിനയിച്ചതാ? സൈലത്തിൻ്റെ ദീപത്തിൻ്റെ അത് ഇടന്നേ ഉള്ളൂ. 7 മണിക്കാ അത് അപ്ലോഡ് ചെയ്ത്. അത് 7 മണിക്ക് ഇറങ്ങുള്ളൂ. ലൈവാ. അത് അടച്ചിട്. അപ്പോൾ ഈ ഇരട്ട സംഖ്യകൾ എന്തായിട്ട് ഈ രണ്ട് കൂട്ടി വരുമ്പോഴാണ് ഇവിടെ ഈ ഇരട്ട സംഖ്യകൾ കിട്ടുക. അപ്പോൾ അതിൻ്റെ പൊതു വ്യത്യാസം ഇതാണ്. ഇനിയാണ് നമ്മുടെ ഒറ്റ സംഖ്യകൾ അഥവാ നമ്മുടെ ഓഡ് നമ്പേഴ്സ്. ഇത് നമ്മൾ ഒറ്റ സംഖ്യകളായിട്ട് വരികയാണ്. അതിലും നമ്മൾ എത്രയാണ് കൂട്ടേണ്ടത്? ഇവിടെ നമ്മൾ എത്രയാണ് കൂട്ടേണ്ടത്? ഇവിടെ നമ്മൾ 2 വെച്ചാണ് കൂട്ടുന്നത്. ഇവിടുത്തെ പൊതു വ്യത്യാസം കാണാൻ വേണ്ടി ഇതിന് മൈനസ് ചെയ്താൽ മതി. അത്രേ. ഓക്കെ ഒരു മിനിറ്റ്. ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഇതൊക്കെ പോകും. ഓക്കെ നമുക്ക് തിരിച്ചു വരാം. ഇതാണ് പ്രശ്നം. നമ്മൾ എവിടെയെങ്കിലൊക്കെ നിൽക്കി കഴിയുമ്പോൾ അവിടേക്കങ്ങ് പോകുന്നു. ഓക്കെ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. എത്ര 3-ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 2 അല്ലേ? ഇവിടുത്തെ പൊതു വ്യത്യാസം 2ആണ്. എത്ര വെച്ചാണ് കൂടുന്നത്? 2 വെച്ചാണ് കൂടുന്നത്. സെറ്റല്ലേ? ഇവിടെ 2 വെച്ചാണ് കൂടുന്നത്. ഇനി ആവറേജ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകളുടെ പകുതികൾ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? ഒരു മിനിറ്റ്. പകുതി എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? ഓക്കെ, അരയാണ് ഫസ്റ്റ് വരുന്നത്. 1/2, 1, 1/2. ഇനി ഇതിൽ ഒരു 3 എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ഇതിൽ ഒരു 3 എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റില്ലേ? എഴുതാൻ പറ്റും. അടുത്ത 3 എങ്ങനെ വരും? അടുത്ത 3 എങ്ങനെ വരും? 2 ഒരു മിനിറ്റ്. ഓക്കെ 2, 2.5, 3 ഇങ്ങനെയാണ് പോവുക. അഥവാ ഇവിടെ എന്താണ്? 2, 2.5, 3. ഇവിടെ എത്ര വെച്ചാണ് കൂടുന്നത്? ഇവിടെ 1/2 വെച്ചാണ് കൂടുന്നത്. ഇവിടെ എത്ര വെച്ചാണ് കൂടുന്നത്? ഇവിടെ 1/2 വെച്ചാണ് കൂടുന്നത്. ഇവിടെ 1/2 വെച്ചാണ് കൂടുന്നത്.
ഇനി ഇവിടെ അര വെച്ച് കൂടുമ്പോൾ എന്താണ് പ്രത്യേകത? ഇവിടെ അര വെച്ച് കൂടുമ്പോൾ ഇവിടെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ ഇതെന്തായിരിക്കും? അരയായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയായിരിക്കും? അരയായിരിക്കും. അഥവാ ഇതിൻ്റെ പൊതുവ്യത്യാസം കാണാൻ ഇതുകൊണ്ട് നിങ്ങൾ മൈനസ് ചെയ്താൽ മതി. ഒന്നിനെ അതുകൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അര കിട്ടും. ഓക്കെ ആണോ? സെറ്റാണോ? ഇങ്ങനെയാണ് അപ്പോൾ പൊതുവ്യത്യാസം കാണുന്നത്. മനസ്സിലായില്ലേ? ഇനി അവസാനത്തെ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇത് നിങ്ങൾ നോക്കിയിട്ട് നമ്മളോട് അടുത്ത ദിവസം പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾ അത് നോക്കണം. നിങ്ങൾ നോക്കേണ്ടതാണ്. നിങ്ങൾ നോക്കിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടാൽ മതി. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു ഗ്രൂപ്പും കൂടി ഇടുന്നുണ്ട്. നമ്മളെല്ലാ ഇതിലും ഇന്നിപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഗ്രൂപ്പിൻ്റെ പേര് സ്റ്റുഡൻസ് ഡിസ്കസിങ് എന്ന് പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന ഹോംവർക്കുകൾ, ഞങ്ങൾ തരുന്ന ഈ ഹോംവർക്കുകളൊക്കെ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലിടാം. കമ്മ്യൂണിറ്റിയുടെ ആ ഒരു ഗ്രൂപ്പ്, അഥവാ ഡൗട്ട് ക്ലിയറിങ് ഗ്രൂപ്പ് അല്ലാതെ ഒരു ഗ്രൂപ്പും കൂടി. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്റ്റുഡൻസിൻ്റെ എന്താണ് ഡിസ്കഷൻസ്, അഥവാ നിങ്ങൾ ഇടുന്ന ഡിസ്കഷനും കൂടിയാണ്. ഒച്ചവെക്കല്ലേ? അപ്പോൾ ഇനി അടുത്തയിലേക്ക് പോവാം. ഇത് കണ്ടിട്ടുണ്ടോ? ഇത് ഈ ഒരു 4 പിക്ചർ നിങ്ങൾ 9ാം ക്ലാസ്സിൽ, നമ്മുടെ 9ാം ക്ലാസ്സിലെ ഒരു ടെക്സ്റ്റിൽ ഒരു ബുക്കിലുണ്ടായിരുന്നു. ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിലെ ഇവിടുത്തെ ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വര, അഥവാ ഈ ഒരു ഹൈപ്പട്ടന്യൂസ്, ഇത് എത്രയാണെന്നുള്ളതാണ്. ഇത് എത്രയുള്ളതാണ്, അഥവാ ഇതിൻ്റെ എന്താണ്, ഇത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന്, അല്ല ഇത് എത്ര മീറ്റർ ആണെന്നുള്ളത്. ഇത് 1 മീറ്ററാണ് എല്ലാം. അപ്പോൾ ഇതിൻ്റെ ഹൈപ്പട്ടന്യൂസ്, അതായത് ഇതാണ് ഹൈപ്പട്ടന്യൂസ്. പൈതഗോറസ് തിയറമാണ്. അപ്പോൾ ഇത് ഹൈപ്പട്ടന്യൂസാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് രണ്ടും ഇങ്ങനെയാണെങ്കിൽ, അഥവാ ബേസ് ഇങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട്. അപ്പോൾ അഥവാ ഇത് പ്ലസ് ചെയ്തിട്ടുള്ള റൂട്ട്. അപ്പോൾ ഇവിടെ എന്താവും? √2. ഇവിടെ എന്താവും? √2. ഇത് √2. ഇത് √2 ആണെങ്കിൽ ഇത് √3. മനസ്സിലായില്ലേ? എന്താണ്? ഇത് √2 ആണെങ്കിൽ ഇത് √3. ഇത് √4 ആണ്. ഇതെന്താണ്? √4 ആണ്. എന്നാൽ ഇത് √5 ആണ്. ഇതൊരു സീക്വൻസ് ആയില്ലേ? അഥവാ √2, √3, √4, √5. ഈ ഒരു 4 ഇതും കൂടി എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? 4 കൂടി എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ √6. ഒരു മിനിറ്റ്, ഇവിടെ 2 ആണ്. ഓക്കെ, √6, √7, √8. ഇത് 3 എണ്ണമായി. നമ്മൾ എത്ര പറഞ്ഞു? 4 എണ്ണം. ഓക്കെ, ഇത്രയും കുറയ്ക്കണ്ടല്ലേ? √9. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സീക്വൻസ് കിട്ടും. ഇതെന്താണ്? ഇതൊരു സീക്വൻസാണ്. ഇതെന്താണ് മക്കളെ? ഇതൊരു സീക്വൻസാണ്. അപ്പോൾ ഇതും നമുക്ക് ഒരു സീക്വൻസായിട്ട് എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ?
ഓക്കെ ആണോ? സെറ്റാണോ? സാർ 2ഉം 3ഉം എങ്ങനെ വേണം? ഏതാണ് മക്കളെ? ഈ 2ഉം 3ആണോ? ഈ 2ഉം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇവിടെ നമ്മുടെ റൂട്ട് 4 ഇവിടെ നമ്മുടെ റൂട്ട് 4. ഈ റൂട്ട് 4 എന്ന് പറയുമ്പോൾ 2ആണ്. അഥവാ നമ്മൾ 2 × 2 4 ആണല്ലോ. അപ്പോൾ റൂട്ട് 4 എന്ന് പറയുമ്പോൾ 2 അല്ലേ? അങ്ങനെയാണ്. ഓക്കെ. ഇനി ഇവിടെ എങ്ങനെയാണ് 3 വന്നതെന്നുള്ളതാണെങ്കിൽ ഓക്കെ ആണോ? സെറ്റാണോ എന്ന് പറഞ്ഞാൽ ഈ 3 വെച്ച് കഴിഞ്ഞാൽ ഈ 3 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നത് റൂട്ട് 9 ആണ്. എന്താണ് ഇവിടെ റൂട്ട് 9 ആണ് വരുന്നത്. അപ്പോൾ കാണാലോ ഈ റൂട്ട് 9 എന്ത് ചെയ്യും? നമ്മൾ 3 ആക്കും. കാരണം 3 × 3 കാണാലോ 3 × 3 9 ആണ്. അപ്പോൾ റൂട്ട് 9 എന്ന് പറയുമ്പോൾ 3. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? സെറ്റല്ലേ? ഓക്കെ. എന്നാൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് നമ്മൾ എന്താണ് നമ്പർ സീക്വൻസ് എന്ന്. ഇംഗ്ലീഷും മലയാളം കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഓക്കെ, നോക്കാം. എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് which ordered first, second, third and so on like this, according to some rules is called number sequence. മലയാളത്തിലാണെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും നിയമമനുസരിച്ച് 1ാമത് 2ാമത് 3ാമത് എന്നിങ്ങനെ ക്രമമായി എഴുതിയ ഒരു കൂട്ട സംഖ്യകളെ സംഖ്യശ്രേണി അഥവാ നമ്പർ സീക്വൻസ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു കൂട്ടത്തെ എടുക്കാം. ഇപ്പോൾ നമ്മളൊരു കൂട്ടത്തെ എടുക്കാം. ഇതാണ് നമ്മുടെ കൂട്ടം. കുറച്ചുകൂടി വലുതാക്കി. ഓക്കെ, ഇതാണ് നമ്മുടെ കൂട്ടം നമ്പർ. നമ്പർ കൂട്ടം. നമ്മളിപ്പോൾ നാച്ചുറൽ നമ്പേഴ്സാണ് എടുക്കുന്നത്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നമ്മൾ ഇത്ര എടുക്കാം. ഇനി ഇതിലെ 1ാമത് 2ാമത് 3ാമത് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയുണ്ട്. കളക്ഷൻ ഓഫ് നമ്പേഴ്സ്, ഒരു കളക്ഷൻ ഓഫ് നമ്പറിൽ ഒരു ഓർഡറാക്കി അഥവാ ഒരു കളക്ഷൻ ഓഫ് നമ്പറിൽ ഒരു ഓർഡറാക്കി ഒരു കളക്ഷൻ ഓഫ് നമ്പറിൽ ഒരു ഓർഡറാക്കി എന്താണ് വെച്ചിട്ട് അതിൽ 1 2 3 എന്നുള്ള ഒരു ഓർഡർ അഥവാ 1 2 3 നമ്മൾ നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോ ലൈക്ക് ദിസ് അക്കോർഡിംഗ് സം റൂൾസ് അഥവാ നിയമമനുസരിച്ച് ഒരു നിയമം ഉണ്ടാവില്ല. അഥവാ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് 1 കൂട്ടുമ്പോൾ വരും. അഥവാ ഇതിൽ നിന്ന് അടുത്തത് 1 കിട്ടണമെങ്കിൽ 3 നിന്ന് 4 കിട്ടണമെങ്കിൽ 1 കൂട്ടണം. അപ്പോൾ ഇവിടുത്തെ എന്താണ് കോമൺ ഡിഫറൻസ്?
ഇല്ല, അത് കുറച്ച് നേരം മതി. ഒരു അരമണിക്കൂർ ഇപ്പോൾ തരും. ക്ലാസ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഓക്കെ ഇതിലെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഒന്നാണ്. ഉണ്ടല്ലേ? എനിക്ക് വേണ്ട സാമ്പാർ മതി. ഓക്കെ പൊക്കോ. ഓക്കെ, കോമൺ ഡിഫറൻസ് ഇവിടെ ഒന്നാണ്. അഥവാ ഒരു നിയമത്തെ വെച്ച് നമ്മളൊരു സീക്വൻസ് ചെയ്തതാണ്. ഇപ്പോൾ അതിന് എക്സാമ്പിളാണ് എണ്ണസംഖ്യയും ഇരട്ടസംഖ്യയും ഒറ്റസംഖ്യയും. ഓക്കെ, പിന്നെ ഇതെല്ലാം അതിന് എക്സാമ്പിളാണ്. ഇത് നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരിക കേട്ടോ, നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരിക. ഇനി വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്മുടെ ഗ്രൂപ്പിലിട്ടാൽ മതി. നമ്മളെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർത്ത് തരും. ഓക്കെയാണ്, സെറ്റാണ്. ഇനി നമ്മൾ ഒരു ചോദ്യം ചെയ്യാൻ പോവാണ്. ഓക്കെ നമ്മളിപ്പോൾ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നമുക്ക് എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റില്ല, അതിന് വേണ്ടി നമ്മൾ പ്രത്യേകം ക്ലാസ് എടുക്കും. ഓക്കെ, പ്രത്യേകം ക്ലാസ് എടുക്കും. ഇനി നോക്കുക, വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ട്രാവൽ ഡോട്ട്, അഥവാ പൊട്ട് കൊണ്ട് നമ്മൾ ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, പൊട്ടുകൾ ഉണ്ടാക്കിയ ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, മലയാളം ക്വസ്റ്റ്യനുണ്ട് ഇവിടെ. ഇനി ഇവിടെ 3 ടൈപ്പ് ത്രികോണങ്ങൾ പൊട്ട് വെച്ചിട്ടുള്ളത് നമുക്കിവിടെ കാണാത്ത. ഓരോ ഇതിലും കൂടി വരാം. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. ഓരോ ട്രയാങ്കിളും എത്ര പൊട്ടുകളുണ്ടെന്ന് എഴുതുക. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട് നീഡ് ടു മേക്ക് നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ പാറ്റേൺ. അഥവാ ഈ പാറ്റേണിൽ, അഥവാ ഇതേപോലത്തെ പാറ്റേണിൽ, അഥവാ ഇത്ര കൂടി, ഇതിൽ നിന്ന് ഇത്ര കൂടി. അപ്പോൾ അടുത്ത 3 പാറ്റേണിലേക്ക് എത്ര പൊട്ടുകൾ വേണം? അഥവാ ഹൗ മെനി ഡോട്ട്സ് വി ഹാവ്. എത്ര ഡോട്ട്സുകൾ നമ്മൾ നോക്കണം. അതെ, ഓരോ ത്രികോണങ്ങളുമായി പൊട്ടുകളുടെ എണ്ണം എഴുതുക. തുടർന്ന് 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു എണ്ണം എടുക്കാം. അത് നമ്മൾ എണ്ണം എടുക്കാം. ഇവിടെ 1, 2, 3. ആദ്യത്തേൽ നമുക്ക് 3 എണ്ണമാണുള്ളത്. ആദ്യത്തെ നമുക്ക് ഓരോ ത്രികോണത്തിലെ എണ്ണം ആദ്യം എടുക്കണം. ഓക്കെ, ഇതിനകത്ത് 3 എണ്ണം ഉണ്ട്. അടുത്തതിൽ 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതിൻ്റെ അകത്ത് 10 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എഴുതാം. ഇത് നമുക്ക് ഈ ശ്രേണി രൂപത്തിൽ എഴുതാം. നമുക്കൊരു ശ്രേണി രൂപത്തിൽ, നമുക്കൊരു സീക്വൻസ് രൂപത്തിൽ എഴുതാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അടുത്ത 3 എണ്ണം ഉണ്ടാക്കാനുള്ള പൊട്ടുകളുടെ എണ്ണം നമുക്ക് കിട്ടണം. അപ്പോൾ അടുത്ത 3 സീക്വൻസ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എന്താണ്? അടുത്ത 3 ടേമുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണെന്ന് കണ്ടുപിടിക്കും. ആണോ? അതല്ല ഫസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ എടുത്ത് ചാടി വീഴരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നോ പറഞ്ഞത്. പലരും വിചാരിക്കുക നമുക്കിവിടെ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചാൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോകും. മക്കളെ, അതിലേക്ക് തന്നെ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അടുത്തേക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യം അത് പറഞ്ഞത്. ഈ 3ൽ നിന്ന് 6 കിട്ടാൻ എത്ര കൂട്ടണം? 3ൽ നിന്ന് 6 കിട്ടാൻ എത്ര കൂട്ടണം? 3 കൂട്ടണം അല്ലേ? ഇതിൽ നിന്ന് 10 കിട്ടാനോ? 6ൽ നിന്ന് 10 കിട്ടാൻ എത്ര കൂട്ടണം? 4 കൂട്ടണം. അയ്യോ സാറേ, ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ 2 നമ്പറായല്ലോ. 3 ആയി 4 ആയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക?
മക്കളെ, ഇതാണ് SSLC. ഇതാണ് SSLC. ഇതേ മോഡൽ കാര്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ഒരു പ്രാവശ്യം പഠിക്കുന്നതായിരിക്കില്ല അടുത്ത പ്രാവശ്യം. അതാണ് പ്രശ്നം. ഓക്കെ, ഇനി പറയാം, നോക്കാം. ഇവിടെ ഒരു കണ്ടിന്യൂഷനാണ്. 1 2 3 കഴിഞ്ഞാൽ 4. ഓക്കെ, 3 4. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഇവിടെ നിന്ന് 5 കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടും. എന്താണ്? ഇതിൽ നിന്ന് 5 കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടും. അഥവാ ഈ 4-ൽ നിന്ന് ഇവിടേക്ക് നമ്മൾ 5 മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 15 കിട്ടും. ഇവിടെ 15 കിട്ടും. ഇനി 15-ൽ നിന്ന് എത്ര കൂട്ടണം അടുത്ത നമ്പർ കിട്ടാൻ? 6 കൂട്ടണം. 6 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 21 കിട്ടും. അല്ലേ? 21 അല്ലേ? അല്ലേ മക്കളെ? നിങ്ങൾ ഓക്കെ. ഞാൻ മെസ്സേജ് ഇടാത്തതുകൊണ്ട് അല്ലേന്ന് ചോദിക്കണം. ഓക്കെ, 21 കിട്ടും. ഒരു മിനിറ്റ്. ഓക്കെ, 21 കിട്ടും. ഇനി ഈ അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കൂട്ടണം? ഇവിടെ നമ്മൾ 6 കൂട്ടിയെങ്കിൽ അടുത്ത എത്ര കൂട്ടണം? 7 കൂട്ടണം. അല്ലേ? അടുത്തത് നമ്മൾ 7 കൂട്ടണം. 7 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 28 കിട്ടും. അങ്ങനെ നമ്മൾ അടുത്ത നമ്പേഴ്സും കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ ശ്രേണി. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ശ്രേണി. മനസ്സിലായില്ലേ? ഇവിടെ എത്ര കൂട്ടിയെന്ന് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്കൊന്നും കൂടി ക്ലാരിറ്റി കിട്ടാനാണ്. നമ്മൾ ആദ്യം നമുക്ക് 3 നമ്പർ അഥവാ നമ്മുടെ ത്രികോണങ്ങളിലുള്ള സാധനങ്ങളൊക്കെ അഥവാ ത്രികോണങ്ങളിലുള്ള പൊട്ടുകളൊക്കെ എണ്ണാൻ പറഞ്ഞു. എണ്ണി എഴുതുകയാണ് നമ്മൾ. 3 6 10 എന്നുള്ളത് നമുക്ക് കിട്ടി. നമ്മൾ അത് എഴുതുകയാണ്. 6 10. അടുത്ത 3 പൊട്ടുകൾ ഉണ്ടാക്കാനുള്ള അടുത്ത 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാനുള്ള പൊട്ടുകൾ അഥവാ അടുത്ത ഇനി 10-ൽ ലേബറിൻ്റെ ഉണ്ട്. പിന്നെ എന്തിനാ? പൊക്കോ. ഓക്കെ. അപ്പോൾ 3 ഇതുണ്ടെന്ന് പറഞ്ഞു. ഇനി അടുത്ത 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാനുള്ള ഡോട്ട് അഥവാ പൊട്ടുകൾ എത്ര വേണം? അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ പറഞ്ഞു 3 കൂട്ടണം. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കിട്ടാൻ വേണ്ടി എത്ര കൂട്ടണം? 4 കൂട്ടണം. നമുക്ക് 6-ൽ നിന്ന് 10 കിട്ടണമെങ്കിൽ എത്ര കൂട്ടണം? 4 കൂട്ടണം. ഓക്കെ, അപ്പോൾ അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ 5 കൂട്ടേണ്ടത്. 10-ൽ നിന്ന് 5 കൂട്ടിക്കഴിഞ്ഞാൽ 15. ആർക്കും മക്കളെ അറിയാത്തത്? ഓക്കെ, അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് 6 കൂട്ടണം. ഇതൊരു കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതാണ് കണ്ടിന്യൂഷനാണത്. ഓക്കെ, 21 കിട്ടും. അതിൽ നിന്ന് 7 കൂട്ടിക്കഴിഞ്ഞാൽ 7 ഒരു മിനിറ്റ്. അതിൽ നിന്ന് 7 കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 28 കിട്ടും. അങ്ങനെ ഇതൊരു സീക്വൻസായി. ഇറ്റ് ഈസ് എ സീക്വൻസ്. ഇതൊരു സീക്വൻസായി. ഓക്കെ ആണോ? ഇതൊരു നമ്പർ സീക്വൻസായി. അഥവാ ഒരു കോമൺ ഡിഫറൻസിൽ ഓക്കെ ഒരു റൂളിൽ കുറേ നമ്പർ അടുക്കി വെച്ച് അതിനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എല്ലാം ചെയ്യും. ഓക്കെ, അങ്ങനെ ഇതൊരു എന്തായി? നമ്പർ സീക്വൻസ് അഥവാ സംഖ്യ ശ്രേണിയായി. ഒരു സംഖ്യ ശ്രേണി ആയി. ഓക്കെ, സംഖ്യശ്രേണി. എക്സാമ്പിളും കൂടിയാണിത്. ഓക്കെ, എന്നാൽ അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി. അപ്പോൾ നമ്മൾ
ചെയ്തു. ഇനി ഇതും കൂടി ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ട്രയാങ്കിൾ, സ്ക്വയർ, പിന്നെ പെൻറ്റഗൺ, ഇവർ മൂന്നിൻ്റെയും എന്ത് ചെയ്യുക, അതിൻ്റെ താഴെ ചുവടെ പറയുന്ന ശ്രേണികളിൽ സംഘശ്രേണിയാക്കുക. ഓക്കെ, അഥവാ സീക്വൻസ് ആക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അത് കണ്ട, ഇത് ഇത്രയും കാര്യത്തിൻ്റെ സീക്വൻസ് ആക്കുക. ഇപ്പോൾ നമ്പർ ഓഫ് സൈഡ്സിൻ്റെ അത് നമുക്കൊരു 4 തന്നിട്ടുണ്ട്. പിന്നെ അതാ വശങ്ങളുടെ എണ്ണം അതൊരു 4 നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ പറഞ്ഞ എല്ലാത്തിനും നമുക്ക് വരയ്ക്കാം. ആദ്യം ഓക്കെ, അത് നമുക്ക് നമ്മുടെ ഇത് വരയ്ക്കാം, പെൻറ്റഗൺ. ഓക്കെ, പെൻറ്റഗൺ കറക്റ്റായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, ട്രയാങ്കിൾ. ഓക്കെ, ഇനി സ്ക്വയർ. സ്ക്വയർ റെക്റ്റാങ്കിളായോ എന്നൊരു സംശയം. ഓക്കെ, സ്ക്വയർ. അപ്പോൾ നമ്മൾ 3 എണ്ണത്തിനും വരച്ചിട്ടുണ്ട്. ഇനി വശങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞ് ഇവിടെ തന്നിട്ടുണ്ട്. വശങ്ങളുടെ എണ്ണം 3, 4, 5, 6. 3, 4, 5, 6 എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഈ ത്രികോണത്തിന് 3 സൈഡാണ്. അഥവാ 1, 2, 3 അറിയാലോ. അടുത്ത് ഇവിടെ 1, 2, 3, 4, 5 എന്നാണ്. ഇതിന് 3 സൈഡാണ്, ഇതിന് 4 സൈഡാണ്, ഇതിന് 5 സൈഡാണ്. അങ്ങനെയാണിത് 3, 4, 5. അങ്ങനെയാണ് വശങ്ങളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് സൈഡ്സ്. ഇനി ഇതിൻ്റെ ഒരു 3 എണ്ണം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും 7, 8, 9. കാരണം എന്താ, അത് ഒരെണ്ണം വെച്ചാണ് കൂടുന്നത്. ദിസ് ഈസ് എ സീക്വൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും എത്രയാണ്, 7, 8, 9 ഒക്കെ എഴുതാൻ പറ്റും. ഇനി അകങ്കോണുകളുടെ തുക, സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഇതിൽ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തരാണ്. നമ്മൾ ഡെയിലി ഹോംവർക്കുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ. ഈ പുറംകോണുകളുടെ തുക. ഓക്കെ, ഒന്ന് നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾ കേൾക്കണ്ടെങ്കിൽ കേട്ടോളൂ, കേൾക്കണ്ടെങ്കിൽ കേട്ടോളൂ. പുറംകോണുകളുടെ തുകയും അകങ്കോണുകളുടെ തുക അളവ്, പുറംകോണുകളുടെ അളവ് അഥവാ സം ഓഫ് ഔട്ടർ ആംഗിൾസ്, ഇന്നർ ആൻഡ് ഇന്നർ ആംഗിൾ, ഇൻ ഔട്ടർ ആംഗിൾ. ഈ മൂന്നെണ്ണവും എന്താണ് നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഈ 1, 2, 3. ഓക്കെ, ഈ 3 നിങ്ങൾക്ക് എന്താണ് ഹോംവർക്കാണ്. ഓക്കെ, ഇംഗ്ലീഷുകാർക്കുണ്ട്, മലയാളം മീഡിയംകാർക്കുണ്ട് ഉള്ള ഹോംവർക്ക് നമ്മൾ തന്നിട്ടുണ്ട്. ഈ 3 നമ്മൾ ഇടുക. ഇതാണ് ഹോംവർക്ക്. ഇതാണ് ഹോംവർക്ക്. ഓക്കെ, ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം, അല്ലാതാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാതെ വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാതെ തന്നെ. ഓക്കെ, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, എന്നാ. ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നർ ആംഗിൾസിൻ്റെ കാണാം. അപ്പോൾ നമ്മുടെ ഇന്നർ ആംഗിൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ, സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണോ അല്ലേ? സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്നല്ലേ? ഓക്കെ, സം ഓഫ് ഇന്നർ ആംഗിൾസ് കാണാനാണ്. ഇന്നർ ആംഗിൾസിൻ്റെ അഥവാ അകങ്കോണുകളുടെ തുകയാണ് കാണേണ്ടത്. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ്, അതിൻ്റെ ഇക്വേഷൻ അറിയാത്തവരൊന്ന് പഠിച്ചു വെച്ചോ. n-2 180 n-2 180 എന്നാണ്. ഇനി n എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ സൈഡ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആറ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ട്രയാങ്കിൾ ചാർട്ടിനെ കണ്ടുപിടിക്കാം. നമ്മുടെ ട്രയാങ്കിൾ ചാർട്ട്
ഓക്കെ, ട്രയാങ്കിളിനെ കണ്ടുപിടിക്കാൻ എന്താണ് ഞാൻ പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് എഴുതുക. ഓക്കെ, ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് ട്രയാങ്കിൾ. അതിനുശേഷം ഇക്വേഷൻ എഴുതാം നമ്മുടെ n-2 180. സൈഡ് എത്രയാണ്? 3 -2 180. അപ്പോൾ 3 - 1 അപ്പോൾ 1 × 180 = 180 ഡിഗ്രി. മനസ്സിലായോ? അഥവാ നമ്മുടെ എല്ലാം റെഡായി ശരിയാവുള്ളൂ. ഓക്കെ, ഇത് കാണാനും പറ്റുള്ളൂ. എന്തൊക്കെയാണല്ലേ ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? മക്കളെ, ഞാൻ പാട്ട് പാടും, എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ പാട്ട് പാടും. ഓക്കെ, ഇത് കാണാൻ തോന്നുന്നു. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ = n-2 180 ആണ്. അഥവാ നമുക്ക് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 180 ആണ്. അപ്പോൾ ഈ നമ്മുടെ എന്നെന്ന് പറഞ്ഞ സൈഡിൽ നിന്നാണ് അർത്ഥം. ഓക്കെ, എന്നെന്ന് പറഞ്ഞ സൈഡിൽ നിന്നാണ്. അപ്പോൾ 3 സൈഡുള്ള ട്രയാങ്കിളിന് 4 സൈഡിൽ നിന്ന് എഴുതാൻ പറ്റില്ല. 3 സൈഡുള്ള ട്രയാങ്കിളിന് നമുക്ക് 4 സൈഡിൽ നിന്ന് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് 3 - 2 × 180. അപ്പോൾ 3-ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 1 ബാക്കിയുള്ളത്. അത് × 180 എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി. സെറ്റല്ലേ? അപ്പോൾ ഇതെത്രയാണ്? 180. ഫസ്റ്റ് നമ്മൾ 180 ആണ്. അടുത്തത് നമ്മുടെ ആരാണ്? നമ്മുടെ സ്ക്വയർ ഏട്ടനാണ്. സ്ക്വയർ ഏട്ടൻ്റെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുക സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് സ്ക്വയർ. ഓക്കെ, അത് നമ്മുടെ ഇക്വേഷൻ കറക്റ്റായിട്ട് എഴുതണം. n-2 180. എത്ര സൈഡുണ്ട്? 4 സൈഡാണ്. 4 സൈഡ് നമ്മൾ കുറയ്ക്കുക, 2 വെച്ച് കുറയ്ക്കുക, × 180. എന്നിട്ട് ഇതാകുമ്പോൾ 2 × 180. 2 × 180 എന്ന് പറയുമ്പോൾ 360. ഓക്കെ, സെറ്റാണോ? ഇതൊന്നും കൂടി പറഞ്ഞു തരാം. നമ്മുടെ സ്ക്വയർ 4 സൈഡാണ്, 5 സൈഡല്ല. 4 സൈഡാണ്, 5 സൈഡല്ല. ഓക്കെ, അപ്പോൾ 4 - 2 എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ 180 എന്ന് പറയുമ്പോൾ 2 × 180 360. അപ്പോൾ നമ്മുടെ സ്ക്വയർ ഏട്ടൻ്റെ ഇന്നർ ആംഗിൾ എന്ന് പറയുമ്പോൾ 360. ഇനി അടുത്തത് നമ്മുടെ പെൻറ്റഗൺ ആണ്. പെൻറ്റഗൺ ഓൺ ദ സ്റ്റേജ്. ഓക്കെ, നമ്മുടെ പെൻറ്റഗൺ ആണ്. ഓക്കെ, പെൻറ്റഗൺ. ഇവിടെ നമ്മൾ എഴുതുക സം ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് പെൻറ്റഗൺ. ഓക്കെ, പെൻറ്റഗൺ. അവിടെ നമ്മൾ ഇക്വേഷൻ എഴുതി തന്നെ നമ്മൾ തുടങ്ങണം. n-2 180. എല്ലാത്തിനും നമ്മൾ ഇക്വേഷൻ എഴുതാൻ മറക്കരുത്. ഇനി എത്ര സൈഡുണ്ട്? 5 സൈഡാണുള്ളത്. അത് -2 = 180. ഓക്കെയാണോ? -180 എന്ന് പറയുമ്പോൾ 3 × 180 വരും. അഥവാ 5-ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 3 ആണ്. = 540 ഡിഗ്രി. ഒന്നുകൂടി പറഞ്ഞുതരാം. പെൻറ്റഗണിൽ നമുക്ക് എത്ര സൈഡാണ്? 5 സൈഡാണ്. 6 സൈഡല്ല, 5 സൈഡാണ്. അപ്പോൾ നമുക്ക് 5-ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 3 ആണ് കിട്ടുക. അതിൽ നിന്ന് നമ്മൾ 80 ഗുണിക്കുമ്പോൾ 540. ഓക്കെ, സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ കാര്യമാക്കണം, നിങ്ങൾക്ക് പഠിച്ചാൽ പോരെ. ഓക്കെ, 540. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? 180, 360, 540. ഇനി ഒരെണ്ണം കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും 720. ഓക്കെ, അഥവാ അകങ്കോണുകളുടെ തുക. അഥവാ നമ്മുടെ സം ഓഫ് ഇന്നർ ആംഗിൾസ് 180
360, 540, 720. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയത്. അപ്പോൾ ബാക്കിയുള്ളത് ഹോംവർക്കാണ്. ബാക്കിയുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതൊക്കെ ഹോംവർക്കാണ്. ബാക്കിയുള്ള ഈ 3 നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഈ ബാക്കിയുള്ള ഈ 3 നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഇനി ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സീക്വൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കൂട്ടാൻ വേണ്ടി എത്ര കിട്ടണം നമ്മളെ ഇതെങ്ങനെ സീക്വൻസ് ആയെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കൂട്ടാൻ 180. മനസ്സിലായോ? അഥവാ ഇതിൽ നിന്ന് ഇത് കിട്ടാൻ വേണ്ടി 180 കൂട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കൂട്ടാനും എത്ര കിട്ടുക? 180 കൂട്ടിയാൽ മതി. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 180 ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 180 ആണ്. സെറ്റല്ലേ? ബാക്കിയുള്ളത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യില്ലേ? റാങ്കിൾസ് നമ്മൾ എല്ലാത്തിൻ്റെയും ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് സെറ്റായില്ലേ? അപ്പോൾ ബാക്കിയുള്ളത് ഹോംവർക്കാണ്, ഞാൻ പറഞ്ഞുതരാം. അടുത്ത പാർട്ട് 2-ൽ ഹോംവർക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഹോംവർക്ക് റിവീലിംഗ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഹോംവർക്ക് എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾസ് അഥവാ പുറം കോണുകളുടെ തുക എഴുതിയെടുത്തോ. പുറമല്ലേ തുക. ഓക്കെ, അടുത്തത് ആൻഡ് ഇന്നർ ആംഗിൾ അഥവാ അകങ്കോണുകളുടെ അളവ്. അപ്പം ഞാൻ എഴുതണേ എന്തിനാ? നിങ്ങൾക്ക് ഞാനൊരു ഫോട്ടോ വെച്ച് തരാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ നോക്കാതെ ഔട്ടർ ആംഗിൾ, പിന്നെ ആൻഡ് ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ. പിന്നെ ഇവിടെ പുറം കോണുകളുടെ തുക, ഒരു അകങ്കോണിൻ്റെ അളവ്, ഒരു പുറം കോണിൻ്റെ അളവ്, അങ്ങനെ വരും. അപ്പോൾ ഇത്ര നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഇനി പറ്റുന്നവർ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നമ്മളിപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ഉണ്ടാക്കുന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ചിലപ്പോൾ ഇനിയിപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയോന്നൊരു സംശയം ഉണ്ടാവുക. അത് നിങ്ങളൊന്ന് നോക്കണം. ഇനി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പാർട്ട് 2-ൽ ഇനിയിപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശരിയാണോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോവാണ്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 on division by 3 and the sequence of natural numbers which leave remainder 2 on the division by 3. അഥവാ 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണി എഴുതുക. അത് ഇത്രേ ഉള്ളൂ. 3 കൊണ്ട് ഗുണിക്കണം, പക്ഷെ 1 ശിഷ്ടം വരണം, 2 ശിഷ്ടം വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ചെയ്യാം. ഫസ്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്നത്, അഥവാ 1 ശിഷ്ടം വരുന്നത്. ഓക്കെ, 1 ശിഷ്ടം വരുന്നത് നമുക്ക് എഴുതാം. അതിൽ വരികയാണെങ്കിൽ ഫസ്റ്റത്തെ ശ്രേണി 1 ആയിരിക്കും. നമുക്ക് 1 ആയിരിക്കും ഫസ്റ്റ് എഴുതാം. കാരണം 1-നെ നമുക്ക് പെട്ടെന്ന് ഗുണിക്കാം. ഓക്കെ, 3 1 പറയുമ്പോൾ ഇവിടെ 0 0 1 കണ്ടോ, 1 താഴെ വന്നുണ്ടോ. പിന്നെ പറയുകയാണെങ്കിൽ 4 വരും. പിന്നെ നിങ്ങൾ പറയും, നിങ്ങൾ ലൈവ് ചാറ്റ് ഉണ്ടല്ലോ, ഇതാണെങ്കിലും നിങ്ങൾക്ക് 4 ഇവിടെ എഴുതി 3 പറയുമ്പോൾ
ഓക്കെ 3 തന്നെ വരും. പിന്നെ ഇവിടെ 1 വരും, ഇവിടെ 1 വരും അല്ലേ. പിന്നെ ഇനി S7 വരും. 7 എങ്ങനെ തന്നെ വരുമ്പോൾ ഇവിടെ 6 വരും, ഇവിടെ 2 1. ഓക്കെ 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 നിങ്ങൾ ഇൻ്റലിജൻസ് ആണ്. ഓക്കെ ഇനി 10 വരും. 10 എങ്ങനെ തന്നെ 10 തന്നെ അത് ഇവിടെ 9 1 9 എന്ന് പറയുമ്പോൾ 3 കണ്ടാ ഇങ്ങനെ വരും. പിന്നെ 13 വരും. പിന്നെ അങ്ങനെയാണ് അതിൻ്റെ ശ്രേണി. ഓക്കെ ഈ ശ്രേണി ഓർത്ത് വെച്ചിരിക്കുക. ഇനി രണ്ടാമത്തെ ശ്രേണി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരും. അങ്ങനത്തെ ഏതാണ് നമ്മൾ ചെയ്യുന്നില്ല, പെട്ടെന്ന് എഴുതി പോവാം. ഞാൻ പറയാം 2 5 8 11 14. ഓക്കെ ഇതാണ് അടുത്ത ശ്രേണി. എന്താണ് 2 5 8 11 14. ഓക്കെ ഇതാണ് രണ്ട് കാര്യം പറഞ്ഞത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആദ്യം ചെയ്തത് 3 കൊണ്ട് അടിച്ചാൽ 1 ഇഷ്ടം വരുന്നത്, പിന്നെ 2 ഇഷ്ടം വരുന്നതും നമ്മളും ചെയ്തു. ഓക്കെ അങ്ങനെ രണ്ട് ടൈപ്പ് ഒരു ക്വസ്റ്റ്യനിൽ 2 ടൈപ്പ് ആൻസറും നമ്മൾ ചെയ്തു. ഈ ശ്രേണി നമ്മൾ കുറച്ചുകൂടി വലുതായിട്ട് എഴുതിയതാണ്. ഓക്കെ ഇതിൻ്റെയൊക്കെ നോട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. ഓക്കെ നമ്മുടെ വാട്സപ്പ്. ഇനി കുറച്ച് റൂളും സീക്വൻസും കൂടി പറഞ്ഞിട്ട് പോവാം. ഇനി സ്റ്റാർട്ട് ഫ്രം 2 ആൻഡ് സക്സസ്ഫുള്ളി ആഡഡ് 2, അഥവാ 2 തുടങ്ങി വീണ്ടും 2 കൂടുക. അതാണ് നമ്മുടെ ഇരട്ട സംഖ്യകളുടെ ശ്രേണി, അഥവാ ഈവൻ നമ്പേഴ്സിൻ്റെ ശ്രേണി. ഈവൻ നമ്പേഴ്സ് ഏതാണ് ഈവൻ നമ്പേഴ്സ്? അതാണ് ഇരട്ട സംഖ്യകൾ. ഓക്കെ ഇരട്ട സംഖ്യകളുടെ ശ്രേണി. ഇനി അടുത്തത് ശ്രേണി നിങ്ങൾ പറഞ്ഞത് 1 തുടങ്ങി വീണ്ടും 2 കൂടുക. അതാണ് നമ്മുടെ ഓഡ് നമ്പേഴ്സിൻ്റെ ശ്രേണി. ഇത് 1 3 5 അതാണ് നമ്മുടെ ഓഡ് നമ്പേഴ്സ്. ഓക്കെ അഥവാ ഒറ്റ സംഖ്യ. ഇനി അഥവാ സ്റ്റാർട്ട് ഫ്രം 1 ആൻഡ് സക്സസ്ഫുള്ളി ആഡഡ് 2. അടുത്ത് സ്റ്റാർട്ട് ഫ്രം ഹാഫ് ആൻഡ് സക്സസ്ഫുള്ളി ആഡഡ് ഹാഫ്, അഥവാ ഇതാണ് നമ്മുടെ ആൽഫ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളുടെ പകുതി. ഓക്കെ എണ്ണൽ സംഖ്യകളുടെ പകുതി നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അര 1 1/2 ഇതിൻ്റെ ബാക്കി എഴുതുമ്പോൾ 2 2.5 3 അങ്ങനെ വരും. ഓക്കെ അഥവാ ആൽഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ അങ്ങനെ തന്നെ 1 1/2 2. ഓക്കെ ഇങ്ങനെ വരും 2 2.5 3, അഥവാ അരയിൽ തുടങ്ങി വീണ്ടും അര കൂടും. ഇനി 360 തുടങ്ങി വീണ്ടും 0 കൂടുക, അഥവാ 360 എന്ന് പറഞ്ഞിരുന്നത്. സ്റ്റാർട്ടഡ് 360 ആൻഡ് സക്സസ്ഫുള്ളി ആഡഡ് 0. ഇനി സ്റ്റാർട്ടഡ് ഫ്രം 95 ആൻഡ് സക്സസ്ഫുള്ളി ആഡ് -5, അഥവാ 95 90 85, അഥവാ കുറയാണ്. ഓക്കെ 95 തുടങ്ങി വീണ്ടും -5 കൂടുക. 95 90 85 ഇതിൻ്റെ 3 കൂടി നമ്മൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാറില്ല. ഇത് 360 എന്ന് പറഞ്ഞു പോകും. ഓക്കെ ഇവിടെ ആണെങ്കിലോ 80
75 70 അങ്ങനെ 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 പോകും. അപ്പോൾ എല്ലാം മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ നെയിമും അതിൻ്റെ സീക്വൻസസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കി വെച്ചില്ല. ഇനി നമ്മുടെ ഏറ്റവും നല്ല സാധനം ഏതാണ്? ഓക്കെ, നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആണ്. ഓക്കെ, നമ്മൾ തുടങ്ങുകയാണ് ശരിക്കും. സീക്വൻസ് സ്റ്റാർട്ടിങ്. ഓക്കെ, ഒരു മിനിറ്റ്. Sequence starting the number of proceeding by adding one number again and again is called arithmetic sequence. ഒരു സംഖ്യയിൽ നിന്നും തുടങ്ങി ഓരോ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂടി കിട്ടുന്ന ശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് പറയും. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നു. എന്താണ്? ഒരു സംഖ്യയിൽ നിന്നും തുടങ്ങി ഓരോ സംഖ്യകൾ തന്നെ വീണ്ടും വീണ്ടും കൂടി വരുന്ന ശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് പറയും. അഥവാ ഇപ്പോൾ 2, 4, 6, 8, 10 ഇതൊരു ഈവൻ നമ്പേഴ്സിൻ്റെ ശ്രേണിയാണല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു നമ്പർ തന്നെയല്ലേ കൂടി വരുന്നത്? എന്താണ്? 2 അല്ലേ കൂടി വരുന്നത്? 2 ഇവിടെ നിന്നും ഇങ്ങോട്ട് 2, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 2, അങ്ങനെയല്ലേ കൂടുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടും 2, ഇങ്ങനെയല്ലേ കൂടുന്നത്? ഇതിനെ പറയുന്നതാണ് എന്ത്? അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, ഒരു നമ്പർ തന്നെ പിന്നെയും പിന്നെയും കൂടുന്നു, അത്രേ ഉള്ളൂ. ഒരേ സംഖ്യ തന്നെ പിന്നെയും 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 അതിൽ കൂടി വരും, ആ ശ്രേണിയിൽ കൂടി വരും, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, കാരണം നമ്മളിന്ന് കുറേ പഠിച്ചു. ഇന്ന് എന്തൊക്കെ പറയണമെങ്കിൽ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും. അതിന് നമ്മൾ ഇത് പറഞ്ഞു, പിന്നെ വെൽക്കം പറഞ്ഞു, പിന്നെ നമ്മൾ ചാപ്റ്ററിലെ ശ്രേണികളെക്കുറിച്ചൊക്കെ പറഞ്ഞു, പിന്നെ ശ്രേണികളിൽ കൂടിപ്പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഇന്നെന്താ പറഞ്ഞത്? ഇതിൻ്റെ ശ്രേണി പറഞ്ഞു. പിന്നെന്താ പറഞ്ഞു? നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഡൗട്ടൊക്കെ ചോദിക്കാനുള്ളത് പറഞ്ഞു. പിന്നെ കോമൺ ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തു, അല്ല 3, 4. ഓക്കെ, അതിനകത്തേക്ക് ഹോംവർക്ക് തന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ 3 എണ്ണം നമ്മൾ ഹോംവർക്ക് തന്നു. പിന്നെ ഓക്കെ, അത് ഹോംവർക്കായിട്ട് നമ്മൾ വെച്ച് തന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. അഥവാ 3 കൊണ്ട് ഹരിച്ച 1 ശിഷ്ടം വരുന്ന എണ്ണസംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണസംഖ്യകളുടെ ശ്രേണി എഴുതാൻ പറഞ്ഞ് നമ്മൾ 2 എണ്ണത്തിൻ്റെ എഴുതി. പിന്നെ നമ്മൾ കുറച്ച് റൂൾസും അതിൻ്റെ സീക്വൻസസും പഠിച്ചു. പിന്നെ നമ്മൾ അതിൻ്റെ മലയാളത്തിൽ പഠിച്ചു. ലാസ്റ്റ് നമ്മുടെ സീക്വൻസസിൻ്റെ കാര്യവും പഠിച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാറായത്. ഇത് പാർട്ട് 1 ആണ്. അഥവാ ഇനി നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. പാർട്ട് 1 നമ്മൾ കുറച്ചേ പഠിക്കണം. പാർട്ട് 2 ആകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ കൂടുതൽ പഠിക്കും. അപ്പോൾ അന്ന് നമ്മൾ നമ്മുടെ ഈ ഹോംവർക്കിൻ്റെ റിവ്യൂലും കൂടിയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വേഗം നിങ്ങൾ നമ്മുടെ ഗോൾഡൻ ബാച്ച് ചേരുക. നമ്മുടെ ഗോൾഡൻ ബാച്ച് 2026-27 നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി SSLC നിങ്ങൾക്ക് ഗോൾഡൻ ആക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ബാച്ച് ഒരുങ്ങിയിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് കാരണം നമ്മുടെ ഇന്നത്തെ ലൈവ് കണ്ടതിന് മാത്രം ലൈവാണ്. അഥവാ അതിൻ്റെ നമ്മൾ ടൈം ടേബിളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ടൈം ടേബിൾ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് നിങ്ങൾ കണ്ട് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾ ഡൗട്ട് ക്ലിയർ നമ്മുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, അഥവാ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഗ്രൂപ്പുണ്ട്, എല്ലാ ഇതിലുണ്ട്. അതിൽ നമ്മൾ എല്ലാ ഇതും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും ഞാനൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട്, ഒരു ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഒരു 8:30 ആയി കാണൂലേ? 8:30 ഓക്കെ, ഉറങ്ങാൻ സമയമായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കാം. ഓക്കെ, ഇനി ഉറങ്ങാൻ പോവുകയാണെങ്കിൽ ഉറങ്ങാൻ പോകും. അപ്പോൾ നമുക്ക് പിന്നെ കാണാം 5-ാം തീയതി. ഓക്കെ, നമ്മളിനി ക്ലാസ് 5-ാം തീയതിയാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ക്ലാസ്
5-ാം തീയതി ഉള്ളത്. നാളെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഏതായിരുന്നു വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് അല്ലേ. നിങ്ങൾക്ക് ഞാൻ ടൈം ടേബിൾ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മുടെ ഓൾഡ് മാച്ച് ആയിരുന്നു ഇന്നലത്തെ എൻ്റെ ഇത് കാണിച്ചു തരാം ടൈം ടേബിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ വീക്കിലി ടൈം ടേബിൾ. ഈ വർഷം അല്ല, ഈ ഒരു മാസത്തേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, അതെ, ഇന്നത്തെയാണ് June 2. പിന്നെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അരിത്മെറ്റിക് സീക്വൻസ് പാർട്ട് 1 ഇത് ഇവിടെ കഴിഞ്ഞു. ഇനി നാളെ ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ 1ൻ്റെ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സിൻ്റെ പാർട്ട് 4 ആണ്. നാളെ 7 മണിക്കാണ്. കറക്റ്റ് 7 മണിക്ക് എല്ലാവരും വരിക. പിന്നെ ബാക്കിയുള്ള ആൾക്ക് നിങ്ങളെ ക്വസ്റ്റ്യനോടെ നമ്മൾ അറിയിക്കും. പിന്നെ നമ്മൾ സെറ്റായിട്ട് പഠിക്കും. എന്തായാലും സെറ്റാവട്ടെ, സുഖമാവട്ടെ, എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ദിസ് ഈസ് റീബുക്ക് എഡ്യൂക്കേഷൻ SSLC.